പാർശ്വഫലങ്ങളില്ലാത്ത പൈസ ചെലവില്ലാത്ത നാട്ടറിവുകൾക്ക് ഫലപ്രദമായ ഒറ്റമൂലികൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഗ്രാൻവിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് മലയാളികളുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം പല അസുഖങ്ങൾക്കും വഴിവെച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള അൾസറിനെ കുറിച്ചാണ്. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ സങ്കീർണതകൾക്ക് ഇടയാക്കുന്ന ഒരു രോഗം കൂടിയാണ്. അൾസർ പൂർണ്ണമായി മാറുന്നതിന് വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ പാർശ്വഫലങ്ങളില്ലാത്ത 7 വഴികളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് വാഴപ്പിണ്ടിയുടെ നീര് അല്പം തേൻ ചേർത്ത് രാവിലെ കഴിക്കുക. ഇത് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ അൾസർ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം. രണ്ടാമത്തേത് വാഴക്കൂമ്പ് കൊത്തിയെരിഞ്ഞതും അതിൻ്റെ പകുതി അളവിൽ മുരിങ്ങയിലയും ചേർത്ത് തോരൻ വെച്ച് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുക. അത് നല്ലതാണ്. പിന്നീട് നേന്ത്രപ്പഴം 1 വീതം പതിവായി കഴിക്കുക. കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കഴിക്കുക. ഉണക്കനെല്ലിക്ക ചവച്ച് തിന്നുക. അയമോദകം മോരിലരച്ച് ചേർത്ത് കുടിക്കുക. ബദാം പരിപ്പ് പാലിൽ അരച്ച് കാച്ചി കുടിക്കുക. പിന്നീട് തഴുതാമയും കർപ്പൂര തുളസിയിലയും ഇട്ട് വെന്ത വെള്ളം കുടിക്കുക. തഴുതാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ മറ്റു പറമ്പുകളിലൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു ചെറിയൊരു ചെടിയാണ് തഴുതാമ. ഇത് ഈ പറഞ്ഞ പോലെ പ്രഷർ എന്താ പറയുക ഷുഗറുള്ള രോഗികളും കഴിക്കുന്നതാണ്. അത് തഴുതാമയുടെ ഇല പച്ചയ്ക്ക് അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടിയിട്ട് രാവിലെ വെറും വയറ്റിൽ തഴുതാമയുടെ ഇല കഴിക്കുന്നത് ഷുഗറിനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പാർശ്വഫലങ്ങളില്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏതാനും വഴികൾ. അൾസറിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത കുറച്ച് വഴികളാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങളിത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫലപ്രദമെന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്ന വഴികളാണ്. ഇനിയും നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഫലപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.